വാവിക്ക് ഇത് എങ്ങനെയാണ് ഒരു പ്രചോദനമായി മാറിയതും ഈ ഒരു പാമ്പിൻ്റെ സഹവാസത്തിലേക്ക് വന്ന ആ ഒരു സമയവും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ? നല്ല ചോദ്യമാണ് സാർ. ഇപ്പോൾ നോക്കി നമ്മളിവിടെ നിൽക്കുകയാണ്. ഇതൊരു പാമ്പിൻ്റെ താഴ്വരയായിരുന്നൊരു സ്ഥലമാണ്. ആയിരക്കണക്കിന് പാമ്പുകൾ, ആയിരക്കണക്കിന് നമ്മുടെ നീർനായ ഓട്ടറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ ഒരെണ്ണത്തിനെ പോലും കാണാനില്ല. ഇവിടെ ആകപ്പാടെ ഇപ്പോൾ കാണുന്ന പാമ്പുകളെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അല്ല മരുന്ന് പഠിച്ചുകൊണ്ട് കിടക്കുന്ന പാമ്പുകളെ മാത്രമേ ഈ സ്ഥലത്ത് കാണാം. മനുഷ്യപ്പാമ്പ് അത്രയേ ഉള്ളൂ. ആ മനുഷ്യപ്പാമ്പുകൾ ഇവിടെ മറ്റൊരു പാമ്പ് നോക്കി അവരുടെ ആവാസം മാറി. ഇത് കായലാണ്, പഴയൊരു കായൽ. നികത്തപ്പെട്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇവരെല്ലാം ഒന്നിൽ നശിച്ചിരിക്കാം, ഒന്നിൽ മണ്ണ് കൊണ്ട് കിടക്കുമ്പോൾ നശിച്ചിരിക്കാം, മരണപ്പെട്ടിരിക്കാം. പക്ഷേ എനിക്ക് ഞാൻ ഇവിടെയൊക്കെ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലൊക്കെ ചെറുക്കിൽ UPSC പഠിക്കുന്നുണ്ട്. ഞാനൊന്നും സ്കൂളിൽ പോകുന്ന ഒരാളല്ല. സ്കൂൾ കട്ട് ചെയ്ത് ഇതിനൊക്കെയുള്ള സ്ഥലങ്ങൾ വന്നിരിക്കുക എന്ന് പറഞ്ഞ് മറ്റ് എന്താ പറയുക മീൻ പിടിക്കാൻ വരിക, അല്ലെങ്കിൽ കുറുക്കൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ഇന്നടുത്ത് പോയി കുറുക്കനെ ഊളം പറ്റി കിടപ്പുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ അതിനെ തേടി നടക്കുന്നു. പിന്നെ നീർനായ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നീർനായ തിരക്കിട അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം നാൾ പോലെ ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരുന്നു. എനിക്ക് ആ ഒരു ഭയം മാറി. എനിക്കൊരു പ്രതികരണമായ സമയത്ത് ഒരു 13-14 വയസ്സൊക്കെ ആയ സമയത്ത് ഞാൻ എന്താ പറയുക എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സാറിന് വഴി കിട്ടുന്ന നീർക്കോലിയും ചേരയൊക്കെ പിടിച്ച് വഴുതയിലൊക്കെ കെട്ടി കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും ചെറുപ്പക്കാലത്ത്. അതിൻ്റെ ഒരു വിനോദം 13-14 വയസ്സൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു വിനോദമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പോൾ രാജേഷ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ കൂടെ വയലിൽ കൂടെ സഞ്ചരിച്ച് അച്ഛനെ അമ്മയൊക്കെ പേടിച്ചിരിക്കുമ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ വടി വെച്ച് തട്ടിയപ്പോൾ അതിങ്ങനെ എണീറ്റ് നിന്നു. അത് പാമ്പാണെന്നോ മുറിക്കനാണെന്നോ രാജാമ്പലെന്നോ എനിക്കറിയില്ല. അതിങ്ങനെ എണീറ്റ് നിന്ന് കുറേ നേരം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക അപ്പോൾ ഞാൻ കുറച്ച് നേരം വടിയൊക്കെ തട്ടിയപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തോട്ടിൽ കിടന്ന ഒരു ഹോർലിക്സിൻ്റെ ബോൺവിറ്റിൻ്റെ കുപ്പി, അന്ന് കണ്ണാടി കുപ്പി അതേ ഉള്ളൂ. ആ കുപ്പി അടപ്പില്ലാത്ത കുപ്പി എടുത്ത് അതിനകത്ത് ഇതിനെ തട്ടി കമ്പ് കൊണ്ടൊക്കെ തട്ടി കയറ്റി മാറാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേമ്പുണ്ടല്ലോ, മാറാൻ ചേമ്പിൻ്റെ ഇല വെച്ച് വാഴവിളി വെച്ച് കെട്ടി വീട്ടിൽ കൊണ്ടുവച്ച്. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പക്ഷി ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കളറിലുള്ള നല്ല സൗന്ദര്യമുള്ള പക്ഷി കാക്കയാണ്. അപ്പോൾ അതൊരു 8 കുഞ്ഞുങ്ങളെ അറിയാലോ. കാക്കയൊക്കെ റോട്ടിൽ കിടന്ന് ഞാൻ എടുത്തുകൊണ്ട് വെച്ച് വളർത്തുന്നൊരു പിന്നെ എൻ്റെ നാട്ടിൽ ചോദിച്ചറിയാം. പാമ്പ് സ്നേഹം മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും എല്ലാത്തിലും ഈ പറയുന്ന മാനസികാവസ്ഥ. എനിക്ക് ഡോഗ് ഉണ്ടായിരുന്നു. എനിക്ക് 10 ഡോഗ് ഉണ്ടായിരുന്നു. ഞാൻ വളർത്തുന്ന തെരുവ് നായ്ക്കൾ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ടൈറ്റാനിയം വണ്ടി ഇടിച്ച് 5 പേര് മരിച്ചു റോഡിൽ ഒരുമിച്ച്. അതോടെ അതിനോടുള്ള സ്നേഹവും മതിയായി. പിന്നെ കാക്ക ഉണ്ടായിരുന്നു. പിന്നെ കാക്ക നമ്മൾ തീറ്റി കൊടുത്ത് കുറേ കഴിയുമ്പോൾ അവർ നമ്മളെ കളഞ്ഞിട്ട് അങ്ങ് പോകുന്നു. അപ്പോൾ അതിനെ ഞാൻ അങ്ങ് വിട്ടു. എന്തിനാ അവരെ കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ആ സമയത്ത് ഇതിനെ കൊണ്ടുവച്ചു. അപ്പോൾ ഒരു ദിവസം അമ്മ കണ്ടു. പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയി. അതോട് ഞാൻ പിന്നെ ഒളിച്ച് ചെയ്യാൻ തുടങ്ങിയില്ല. അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് ഇവരെ അടുക്കാനും ഇവരെ കൊണ്ടിട്ട് മനസ്സിലാക്കാനും. പിന്നെ ഞാൻ പോയി പല സ്ഥലത്തും ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ രാത്രിയും പകലൊക്കെ ഇങ്ങനെ പാമ്പിനെ ഉണ്ടോ എന്നൊക്കെ എനിക്കൊന്നിനും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഭീകരതയുള്ള ജീവിയല്ല, മനുഷ്യൻ്റെ അത്രയും അപകടകാരിയല്ല എന്ന് എനിക്ക് അന്ന് തോന്നി. അന്ന് ചെറുപ്പം മുതൽ തുടങ്ങിയ യാത്രയാണ്. ഇന്ന് ഇത്രയും ഒരു 13-14 വയസ്സ്, ഒരു 15 താഴെ സ്കൂൾ ടൈം, ഒരു 7ാം ക്ലാസ്സിലൊക്കെ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് ആ ടൈം. അന്ന് തുടങ്ങിയാണ്. ഇന്നിപ്പോൾ 39 വർഷം കഴിയുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കടികൾ കിട്ടിയതിൽ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ഇപ്പം ചുമ്മാ പാവം നാച്ചുറൽ ഹാബിറ്റാറ്റ്. അതുകൊണ്ട് ചില ഒരു വിളിപ്പേരും കൂടെ അഹങ്കാരിയാണെന്നൊക്കെ ചിലർ അവിടെ ഇവിടെ ഇരുന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് പാവപ്പെട്ട മുഖ്യമന്ത്രിക്ക് തെറി കേൾക്കുന്നു, പ്രധാനമന്ത്രി തെറി കേൾക്കുന്നു, മറ്റു സംസ്ഥാനങ്ങൾ തെറി. അതിലൊന്നും ഒരു കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ്, അവരെന്തെങ്കിലും ചെയ്തിട്ടാണ് അവർ തെറി കേൾക്കുന്നത്. നാട്ടിന് വേണ്ടി ചെയ്യുമ്പോൾ എന്തെങ്കിലും വീഴ്ചകളുണ്ടാവും, അപ്പോഴും തെറി കേൾക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തെറി വിളിക്കാൻ ആൾക്കാരുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ അഭിമുഖത്തിൻ്റെ ഏറെക്കുറെയൊക്കെയുള്ള പാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാവു സുരേഷ് പറഞ്ഞു കഴിഞ്ഞു. കാരണം പാമ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സംസാരിച്ച് തുടങ്ങിയാൽ ഈ 24 മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാലും വാവു സുരേഷ് സംസാരിച്ചുകൊണ്ടിരിക്കും. യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ മരണങ്ങൾ നമ്മെ വളരെ ഭയപ്പെടുത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒരു പാമ്പ് കടി അവിചാരിതമായി നമുക്ക് ഏറ്റ് കഴിഞ്ഞാൽ, അതൊരു കുഞ്ഞിനാകട്ടെ പ്രായമുള്ള ഒരാൾക്കാകട്ടെ, അടിയന്തരമായി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് വെച്ചോ ഒരു കടിയേറ്റാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള മലയാളികൾ പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളോ ചെറുമക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ആർക്കെങ്കിലും പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയെ ഒരു കാരണവശാലും നിങ്ങൾ തൂക്കിയെടുത്ത് ഇങ്ങനെ മടക്കി എടുത്തുകൊണ്ട് ഓടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാതിരിക്കുക. അത് ഏറ്റവും വലിയ അപകടമാണ്. അതുപോലെ തോളിൽ തൂക്കിയിട്ട് എടുക്കുമ്പോൾ കുട്ടി മടങ്ങും. നമ്മൾ ഒരു ഓടിപ്പോകുമ്പോൾ കുലുങ്ങിയിട്ട് കുട്ടിക്ക് വൈബ്രേഷൻ ഉണ്ടാവും. ആളിനുണ്ടാകുന്ന വൈബ്രേഷൻ കുട്ടിക്കും ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്യും, പെട്ടെന്ന് ആ ബ്ലഡിൽ കൂടി വെനം ഓടിയെത്തും മരണത്തിലേക്ക്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതുപോലെ നിങ്ങൾ തോളിലെടുത്തിട്ടുണ്ട്, ഒരു കാരണം ഒരാളും പാമ്പടിയിട്ട് ഒരാളിനെ തോളിൽ തൂക്കിയിട്ടുണ്ട് പോകരുത്. അത് പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം ഈ അടുത്ത കാലത്ത് കോട്ടയത്തിൽ മോള് മരിച്ചതും അങ്ങനെയാണ്. അമ്മ തോളിലിട്ടുകൊണ്ട് ഓടി റോഡിലേക്ക് പോയിട്ടാണ് അമ്മ ആ കുട്ടി മരണപ്പെട്ടത്. അതുപോലെ നിങ്ങൾ ബൈക്കിൽ കൊണ്ടുപോകുന്നത് തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ മോനെ പാമ്പടിയിട്ട് അച്ഛൻ പേടിച്ചിട്ട് പെട്ടെന്ന് മോനെ എടുത്ത് ഹോസ്പിറ്റലിൽ എന്താണെന്ന് അറിഞ്ഞില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് മരിച്ചുപോയി. എന്തായാലും അത് ആ ആത്മാവിന് നിത്യശാന്തി. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ പാമ്പടിച്ചതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക എടുത്ത് അവിടെ കൊണ്ട് കയറ് വെച്ച് കെട്ടുക, ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ആദ്യം അദ്ദേഹത്തെ പേടിപ്പിക്കാതിരിക്കുക. ആരായിക്കോട്ടെ പേടിപ്പിക്കാതിരിക്കുക, അതാണ് അനിവാര്യം. അത് കഴിഞ്ഞ് മെഡിസിനൊക്കെ സ്ഥാനമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തെ നടക്കാനൊന്നും സമ്മതിക്കാതെ പിടിച്ച് ഒരിടത്ത് ഇരുത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കെട്ടുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം രക്തോട്ടം തടയുക എന്നല്ല. ഒരിക്കലും റോപ്പോ കയറോ ഒന്നും ടൈറ്റാവുന്ന ഒരു സാധനങ്ങളും വെച്ച് നിങ്ങൾ കെട്ടുക. അതൊരു മിഥ്യാധാരണ. എല്ലാവരും ആദ്യം ചെയ്യുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് മാർഗം
എന്ന് പറയുന്നത് ഒരു ചരട് കൊണ്ട് അവിടെ മുകൾ ഭാഗത്ത് കെട്ടുക എന്നുള്ളതാണ്. വേണ്ടാന്നാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടരുത്. അത് തെറ്റായ അറിവാണ്. കാരണം കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്തോട്ടം തടയുക എന്നല്ല, രക്തോട്ടം കുറയ്ക്കുക എന്നാണ്. നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് 2 വിരൽ 3 വിരൽ വീതിക്ക് നല്ല നീളത്തിന് കീറിയെടുക്കുക. എവിടെയാണോ കടിയേറ്റത് അവിടെ നിന്ന് ഒരു കൈ അകലം എടുക്കുക. ആ അകലത്തിന് മേലെ ഉദ്ദേശിച്ച് ഒരു 10 ഇഞ്ചെങ്കിലും മേലോട്ട് അകലത്തിലേക്ക് ആ കയ്യിൽ ആ കെട്ട് ഒരു 10 ഇഞ്ച് അകലത്തിലേക്ക് വീതിക്ക് തന്നെ ഈ കഫിൻ്റെ വീതിക്ക് വെച്ച് ചുറ്റി കെട്ടുക. ടൈറ്റ് ആക്കരുത്, രക്തോട്ടം കുറയത്തക്ക രീതി കെട്ടുക. വീണ്ടും ഒരു കഷ്ണം കൂടി തുണിയുടെ കയറി കുറച്ചുകൂടെ മേളിലേക്ക് കെട്ടുക. കെട്ടിക്കഴിഞ്ഞാൽ കൈ തൂക്കിയിടാനോ ഹൈറ്റ് ചെയ്ത് വെക്കാനോ പാടില്ല. വയറ്റിൻ്റെ ഹാർട്ടിൻ്റെ താഴെ ഇങ്ങനെ കൈവച്ച് അദ്ദേഹത്തിനെ ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു അപകടം ഉണ്ടാകുമല്ല. കാലിൽ കടിയേറ്റെല്ലാം കെട്ടുക, കാല് നിവർത്തി വെച്ച് അദ്ദേഹത്തെ ചാരി ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു അപകടം ഉണ്ടാവില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊണ്ടുപോകുന്ന സമയത്ത് മൂർഖൻ പാമ്പിൻ്റെ കടിയൊക്കെ പറയും നമ്മുടെ ബോഡി പെയിനല്ല, നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്ന ശ്വാസകോശത്തെ ബാധിക്കുന്ന വനമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് ശ്വാസതടസ്സമോ ചുമയോ കഫമോ കൊണ്ടേ പെട്ടെന്ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടാൽ ഒരു കാരണവശാലും മലർന്നോ കമിഴ്ന്നോ ഇടതുവശത്തേക്ക് ചരിഞ്ഞോ കിടക്കാൻ അനുവദിക്കരുത്. വലതുവശത്തേക്ക് മാത്രം ചരിഞ്ഞിടക്കണം. ഇടതുവശത്തേക്ക് ചരിഞ്ഞിടക്കുമ്പോൾ ഹാർട്ടിനെ ബാധിക്കുന്ന വനമാണ് അദ്ദേഹം ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചരിഞ്ഞിടക്കുമ്പോൾ അവിടെ ഹാർട്ടിന് പ്രഷർ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡെത്തിലേക്ക് പോകും. ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത്. വലതുവശത്തേക്ക് മാത്രം ചരിഞ്ഞ് കിടക്കുക. ആ ചരിഞ്ഞ് കിടക്കുന്ന ചരിച്ച് കിടത്താൻ പറയുന്നത് ഈ വായിൽ കൂടി വരുന്ന കഫം ഈ സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ കുറച്ച് സമയം കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും സമയം കിട്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഇത് പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് നിങ്ങൾ എത്തിക്കുന്നത് ഒരു ഏറ്റവും നല്ലൊരു ഫസ്റ്റ് എയ്ഡ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മറന്നു പോകാതിരിക്കുക. നിങ്ങൾ കഴുകണമെന്നോ സോപ്പിട്ട് കെട്ടണമെന്നൊന്നും ഞാൻ പറയില്ല. എത്രയും പെട്ടെന്ന് പാമ്പ് എത്രയും പെട്ടെന്ന് ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലുകൾ, ഒരു കാരണവശാലും നിങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് മരുന്ന് കിട്ടിയില്ല, അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നൊന്നും നിങ്ങൾ പറയുന്നത്. അവിടെ മരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡോക്ടർമാരുണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം അവിടെ നമുക്ക് പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് നല്ല ഡോക്ടർമാർ ചിലപ്പോൾ രാത്രി കാലങ്ങളോട് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ നേഴ്സുമാരോ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ, ഹെഡ് നേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ കുറ്റം, അപ്പോൾ അവരെന്ത് ചെയ്യും, ഉടനെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾ അത് കുറ്റമായിട്ട് കാണാതിരിക്കും. ഇപ്പോൾ ആൻറ്റിവനം മാത്രം അവിടെ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല. ആൻറ്റിവനം ചെയ്യാൻ പറ്റുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ വേണം. ആൻറ്റിവനം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആൻറ്റിവനം നല്ല രീതിയിൽ നോക്കി ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെനം കയറി നോക്കി കൊടുത്തില്ലെങ്കിൽ ഈ മരുന്ന് കയറിയിട്ട് ആളിന് മരണം സംഭവിക്കുന്നത്. ഹാർഡിയാക്ക് അറസ്റ്റ് വരുന്ന മരുന്നൊക്കെയാണ് ഇത് ഈ പാമ്പിൻ്റെ വനത്തിൽ. അപ്പോൾ ഇത് പെട്ടെന്ന് മരുന്ന് നോക്കി ചെയ്യുമ്പോൾ അടുത്ത അറസ്റ്റ് ഉണ്ടാകുമെന്നാൽ അതിന് പ്രതിരോധമുള്ള മരുന്ന് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പെട്ടെന്ന് ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ. പ്രൈവറ്റ് ആയാലും ഇന്ന് എല്ലാവർക്കും 90% ആൾക്കാർക്ക് ഹെൽത്ത് കാർഡുകളുണ്ട്. ഒരു പക്ഷേ പോയി പേടിക്കേണ്ടായിരുന്നില്ല, ഹെൽത്ത് കാർഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അത് അഡ്മിറ്റ് ചെയ്യാം. ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ ആദ്യമായി ഇത് പോകേണ്ടത്? അപ്പോൾ നമുക്ക് മെഡിക്കലിൽ എത്തിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ചെന്ന് അവരെല്ലാവരും കൂടി ചേർന്നാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, എനിക്കാണെങ്കിൽ ഫിസിയോതെറാപ്പി വേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ പാരാലിസിസ് അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ലാതെ കിടക്കുന്ന സമയത്ത് എനിക്ക് ചലനം ഇല്ലാതെ കിടക്കുമ്പോൾ എനിക്ക് ഫിസിയോതെറാപ്പി വേണ്ടി വരും. പിന്നെ മറിച്ച് നിർത്തി കിടത്തി എനിക്ക് ദേഹത്ത് പഞ്ചിയുണ്ട്. അപ്പോൾ അവർ വേണ്ടി വരും. കാർഡിയോക്കാരുണ്ട്, ജനറൽ മെഡിസിൻകാർ വേണം. അപ്പോൾ ഇവരെല്ലാവരും ടീമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം ഒരു പാമ്പിനെ കടിച്ചൊന്ന് ഒരാളിനെ കൊണ്ടുവരുമ്പോൾ അത് വെനമുള്ളതാണോ വെനമില്ലാത്തതാണെന്ന് അറിയണം. അപ്പോൾ അവർ രക്തം പരിശോധിക്കാൻ പോകുമ്പോൾ ലേറ്റ് ആകുമ്പോൾ ഇവിടെ സിംറ്റംസ് കാണിച്ചാൽ അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. സിംറ്റംസ് കാണിച്ചില്ലെങ്കിൽ ആ ബ്ലഡ് റിപ്പോർട്ട് വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യും. അതിന് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർ പഠിച്ച രീതികളാണ്. അത് അങ്ങനെ നമുക്ക് മുന്നോട്ടല്ല. ഒരു പാമ്പ് കടിച്ച ഒരു ചേര കടിച്ച ഒരാളിനെ കൊണ്ടുവന്ന സാറേ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചേര കടിച്ച ഒരാളിന് ആൻറ്റിവനം എടുത്ത് കൊടുത്തത് ആൾ മരിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് നമ്മുടെ ചൂട് ശക്തമായി തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി ഇങ്ങനെ തന്നെ നീണ്ടു നിൽക്കും. അപ്പോൾ സ്വാഭാവികമായും പാമ്പുകളുടെ ഒരു സാന്നിധ്യം നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ അതിൽ കൂടുതലുണ്ടാകാനുള്ള സാഹചര്യവും കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് കൈക്കൊള്ളണം എന്നതിനെക്കുറിച്ചാണ് വാവ സുരേഷ് ഇതുവരെ ജീവൻ ടി വിയുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അത് പ്രിക്കോഷൻസ് മാത്രമല്ല, നമ്മൾ കരുതിയിരിക്കേണ്ടത് മാത്രമല്ല, അബദ്ധവശാൽ അല്ലെങ്കിൽ അവിചാരിതമായി നമുക്കൊരു കടിയേറ്റാൽ ഉടൻ തന്നെ അടിയന്തരമായി നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും വളരെ വിശദമായി തന്നെ, അത് വേദവാക്യം പോലെ തന്നെ നമ്മളെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് വാവ സുരേഷ് നമ്മളുമായി പങ്കുവച്ചത്. കാരണം ഇത് വാവ സുരേഷ് ഒരു വെറും പാമ്പ് പിടുത്തക്കാരനല്ല. ചില ആൾക്കാർ അങ്ങനെയൊക്കെ വീക്ഷിക്കുന്നുണ്ട്, ഒരു പാമ്പ് പിടുത്തക്കാരല്ല. ഞാൻ പാമ്പുകളുടെ തോഴെന്ന് തുടക്കത്തിൽ വിശേഷിപ്പിച്ചത് പാമ്പുകളെ അങ്ങേറ്റം സ്നേഹിക്കുകയും സ്വന്തം ജീവവായു പോലെ തന്നെ സ്നേഹിക്കുകയും പാമ്പുകളോടൊപ്പം ജീവിക്കുകയും മാത്രമല്ല മറ്റ് മനുഷ്യരാശിക്ക് വലിയൊരു രക്ഷകനായി ഒരുപാട് ഘട്ടങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരു മഹാനാണെന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് വാവ സുരേഷ്. അപ്പോൾ നമ്മുടെ എല്ലാവിധ പിന്തുണയും സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ഒക്കെ തന്നെ പിന്തുണ വാവ സുരേഷിന് ഈ മേഖലയിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ വളരെ ശക്തമായി തന്നെ ഇത്തരത്തിൽ പാമ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവമായ ഒരു സാന്നിധ്യം വാവ സുരേഷിൽ നിന്നും നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും ജീവൻ ടി വി പ്രേക്ഷകരുടെ പേരിൽ വാവ സുരേഷിന് ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ചതിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സന്തോഷം വാവ, ഇനിയും വിളിക്കും ഇതുപോലുള്ള ഉപദേശങ്ങൾക്കായി. സന്തോഷം. നമസ്കാരം.